ഹായ് നമസ്കാരം, ഞാൻ ഷെബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോക്ക് താഴെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒന്ന് രണ്ട് കമൻറ്റുകൾക്ക് ഒന്ന് മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് ടൈപ്പ് ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ല. പിന്നെ നമുക്ക് കമൻറ്റ് വോയിസ് ആയിട്ട് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. പിന്നെ യൂട്യൂബിലെന്ന് പറയുമ്പോൾ പിന്നെ ഒന്നോ രണ്ടോ കമൻറ്റുകൾ വരാറുള്ളൂ. യൂട്യൂബിൽ പിന്നെ മാന്യമായ രീതിയിൽ നല്ല നെഗറ്റീവായാലും പോസിറ്റീവായാലും മാന്യമായ രീതിയിലുള്ള കമൻറ്റുകളെ വരാറുള്ളൂ കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും തന്നെ കുറച്ച് തീ പാറുന്ന ഇമോജികളൊക്കെ വരാറുള്ളൂ. പക്ഷെ ഫേസ്ബുക്കിലുണ്ടല്ലോ, എൻ്റെ ഫേസ്ബുക്കിലത്തെ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും. അതും പോട്ടെ പച്ചത്തെറികളായിരിക്കും കേട്ടോ ഈ ഫേസ്ബുക്കിൽ കമൻ്റായിട്ട് വരിക. അതും ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടതിൽ എനിക്ക് ഇഷ്ടം പോലെ കമൻറ്റുകളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതിൽ തെറികളൊന്നും വന്നിട്ടില്ല, എന്നാലും ഒന്ന് രണ്ട് കമൻറ്റുകൾക്ക് അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കണം എന്ന് തോന്നി. എന്തായിരുന്നു കമൻറ്റ് എന്ന് വെച്ചാൽ, കമൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി ഒരു ബസ് മുതലാളിയുടെ മകളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മാല കാണിക്കാനുള്ള ഉഡായിപ്പ്. അപ്പോൾ ഞാൻ ബസ് മുതലാളിയുടെ മകളൊന്നല്ല കേട്ടോ. ഞാനാണ് ആ കമൻ്റ് ഇട്ടതായാലും ഞാനൊരു ബസ് ഡ്രൈവറെ മകളാണ്. എൻ്റെ ഒപ്പം ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു. 10 വർഷത്തോളം സ്കൂൾ ബസ്സിൽ ഡ്രൈവറായിരുന്നു, പിന്നെ ലൈൻ ബസ്സിലൊക്കെ ഡ്രൈവറായിരുന്നു. അപ്പം മെയിൻ ഡ്രൈവർ തന്നെയാണ് കേട്ടോ. ഒരു ഡ്രൈവർ മകളാണ്, പക്ഷേ മുതലാളിയുടെ മകളല്ല. പിന്നെ അതുപോലെ അല്ലെങ്കിൽ മാല കാണിക്കാനുള്ള ഉഡായിപ്പ് എന്ന്. അപ്പോൾ ഈ മാലയുടെ കാര്യമാണ് പറയുന്നത്. ഈ മാല കാണിക്കാനുള്ള ഞാൻ ആ ചെയ്ത വീഡിയോയിൽ ഇതിങ്ങനെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഞാനിതൊരു ഉഡായിപ്പായിട്ട് കാണിക്കുന്നത്? എനിക്കത് ഇത് ശരിക്കും പോലെ ഒരു കാണിച്ചൂടെ വീഡിയോയിൽ? എൻ്റെ കണ്ടൻറ്റുകൾ അങ്ങനെ തന്നെയാണ് യൂട്യൂബിൽ. അതായത് എൻ്റെ ചാനൽ യൂട്യൂബിൽ SM വ്ളോഗ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. SM വ്ളോഗ്സ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സ് എന്നുള്ള ആ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ എൻ്റെ ചാനൽ കാണാൻ പറ്റും. അതിൽ ഞാൻ ചെയ്ത വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ കണ്ടൻറ്റുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഞാനിങ്ങനെ ഒരു മാല, ഒരു ഇത്ര പവൻ്റെ ഒരു മാല വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു കണ്ടൻറ്റായിട്ട് എനിക്ക് അതിലൊരു വീഡിയോ മാന്യമായിട്ട് എനിക്ക് ചെയ്തുകൂടെ? എനിക്കതിനെ ഉഡായിപ്പായിട്ട് ചെയ്യണോ? പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ താഴെ ഒരു കമൻറ്റും കൂടെ ഉണ്ട്. മാല ആരും കാണുന്നില്ലല്ലോ അല്ലേ? അതായത് എഴുത്തിൽ തന്നെ കുറേ മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ മാല കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആളുകളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. പകുതി ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടും പകുതി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും. അതായത് എനിക്കിപ്പോൾ അതൊരു സേവിങ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും എനിക്കൊരു കോയിൻസായിട്ട് വാങ്ങിയിട്ട് അത് അലമാറയിൽ വെച്ചാൽ പോരാ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ട് പബ്ലിക്കിൽ നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്കത് അലമാറയിൽ എടുത്ത് വെച്ചൂടെ? അപ്പോൾ ഇത് കുറച്ചൊക്കെ ആളുകളെ കാണിക്കാനും തന്നെയാണ്. ഇനി അത് എന്നെ ഇഷ്ടപ്പെടണം, എന്നെ സ്നേഹിക്കണം, എനിക്ക് നല്ല പോസിറ്റീവായിട്ട് കമൻറ്റ് ഇട്ട് തന്ന ആളുകളൊക്കെ ഉണ്ട്. അവരോട് ഞാൻ ക്ഷമ ചോദിക്കാനുണ്ട്. കാരണം ഞാനിതൊരു അഹങ്കാരം കൊണ്ട് പറയല്ല. എനിക്ക് ഈ കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് മറുപടി കൊടുക്കാൻ ഇങ്ങനെയാണ് കേട്ടോ തോന്നിയത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളങ്ങനെ തന്നെയല്ലേ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറേയൊക്കെ നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടും ചെയ്യും, കുറേയൊക്കെ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ടും ചെയ്യും. അങ്ങനെ തന്നെയല്ലേ? എന്താ ചങ്ങായിമാർ 3-4 ലക്ഷം രൂപ കൊടുത്ത്, അതായത് ഇപ്പോൾ ഇതിനൊരു 4-4.5 ലക്ഷം 5ൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാകും. ഞാൻ വാങ്ങിയ സമയത്ത് ഒരു 3-3.5 ലക്ഷം കൊടുത്തിട്ട് വാങ്ങിയതാണ്. അപ്പം പിന്നെ 4 ആൾ കാണലും ചെയ്യേണ്ടത്, നമുക്കൊരു മനസ്സിനൊരു തൃപ്തി കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ. പിന്നെ അടുത്തൊരു കമൻറ്റ്, പിന്നെ ഒരാളെ കമൻറ്റ്, ഇതൊക്കെ ഇവിടെ എല്ലാ ബുദ്ധിജീവികളും സംസാരിച്ച കേസാണ്. അമ്മായിക്ക് കഴുത്തിലെ വലിയ മാലയും ഒരു പിക്കും ഒക്കെ ആവാമെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. അതെന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് അങ്ങോട്ട് വ്യക്തമായില്ല. അത് ഞാൻ പറഞ്ഞു, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ലോഡ് കമൻറ്റുകൾ വരും. എഴുത്തിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. അപ്പം ഇതൊക്കെ എല്ലാ ബുദ്ധിജീവികളും ഇവിടെ സംസാരിച്ച കേസാണെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതൊന്നും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ ബുദ്ധിയുള്ളവരൊക്കെ സംസാരിച്ചത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു എനിക്കാണ് ഭയങ്കര ബുദ്ധിയാണ്. പിന്നെ അമ്മായിക്ക് കഴുത്തിലെ വലിയ മാലയും ഒരു പിക്കും ആവാം. അതെന്താണ് പാടെ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഒക്കെ ഈ വലിയ മാലിനെ കുറിച്ച്. അപ്പോൾ എനിക്ക്
ഇപ്പം എനിക്ക് തൃപ്തിയായി, സമാധാനമായി. കുറച്ചാളെങ്കിലും ഇത് ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാണ്. അതായത് ഇപ്പോൾ ഈ മാല കാണിക്കാനുള്ള ഉടായിപ്പ് എന്ന് കേട്ടപ്പോൾ എനിക്കത് ഒട്ടും കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എന്തെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് മാസങ്ങൾ മുന്നേ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ SM വ്ലോഗ്സ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സ് ചാനലിൻ്റെ പേര്, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഷെബീബ മുനീർ, പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഷെബീബ മുനീർ തന്നെ ഉണ്ട് ഐഡിയ. അതിലുള്ള വീഡിയോസുകൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു മാല കേട്ടോ, ഈ ഒരു മാല ഇട്ടിട്ട് ഞാൻ കുറേ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് സ്വർണ്ണമായതിൻ്റെ പേരിൽ ഇത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാല ഇട്ടിട്ട് ഞാൻ കുറേ വ്യക്തമായിട്ട് ചില വീഡിയോസിൽ എൻ്റെ ഈ ഒരു മാല, ഈ ഒരു മാല കഴുത്തിലുള്ള മാലിനേക്കാട്ടിലും ഒന്നും കൂടെ വണ്ണം തോന്നിക്കണില്ല ഈ ഒരു മാല. അപ്പോൾ ഇത് വെറും 1000 രൂപേൻ്റെ മാലയാണ് കേട്ടോ. 1000 രൂപ എന്ന് പറയുമ്പോൾ ഇത് ലക്ഷങ്ങൾ കൊടുത്തത്. ഇത് 1000 രൂപ എന്ന് പറയുമ്പോൾ 600 രൂപ എന്തോ മാലക്കും, പിന്നെ ഈ ഒരു ലോക്കറ്റ് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു 400 രൂപ എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടിട്ടും ഞാൻ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് സ്വർണ്ണമായതിൻ്റെ പേരിൽ ഈ മാല കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാല കാണിച്ചത് കേട്ടോ. പിന്നെ അപ്പോൾ ഇത് സ്വർണ്ണമല്ല, ഇത് മുക്കുവണ്ടാണ്, വേറെ ഉള്ളതാണ്, അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ ഇത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഗോൾഡ് കളക്ഷനൊക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ കമൻ്റ് ആയിരിക്കും വരിക അല്ലേ? അതായത് ഇപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ ഒപ്പം തന്ന 20 പവന്, പിന്നെ ഞാൻ യൂട്യൂബ് വരുമാനം കൊണ്ട് വാങ്ങിയിട്ടുള്ള ഒരു 10 പവനും, പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്നിട്ടുള്ള ഒരു 10 പവനും, അങ്ങനെ കഷ്ടിച്ചൊരു 40 പവനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടെ ഇനി കാണിക്കുമ്പോൾ എന്തൊക്കെ കമൻറ്റുകളായിരിക്കും വരിക അല്ലേ? എന്തായിരിക്കും, എന്താ മനുഷ്യന്മാരെ ഇങ്ങനെയൊക്കെ ആയാലും. എനിക്ക് നിങ്ങളടുത്തൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പുറം കാഴ്ചയിൽ ഒരാളെയും വിലയിരുത്തരുത്. നമ്മൾ ഈ ദൂരക്കാഴ്ച കാണുന്നതിൽ ഒരാളെയും വിലയിരുത്തരുത്. കാരണം നമ്മൾ വിചാരിക്കണ പോലെ അല്ല പലരുടെ കാര്യങ്ങളും, പല മനുഷ്യന്മാരുടെ ക്യാരക്ടറും അവരുടെ സിറ്റുവേഷനും ഒന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല. അപ്പോൾ നമ്മൾ ഈ ദൂരക്കാഴ്ച കാണുന്ന ഈ ഒരു പുറം കാഴ്ചയിൽ നമ്മൾ ആരെയും വിലയിരുത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളത് കേട്ടോ.